ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം. വിവരാവകാശ കമ്മീഷണർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇന്ന് ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പുതിയൊരു പരാതി ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. എന്താണ് വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ? റിജിത്ത്, വിവരാവകാശ കമ്മീഷണർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുഴുത്തിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടണമെന്ന ഉത്തരവ് ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത്. അതിനുശേഷം അങ്ങനെ ഉണ്ടാകില്ല എന്നറിഞ്ഞതോടുകൂടി നാളെയോ മറ്റന്നാളോ ആ തീരുമാനം വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനം, ആ ഉത്തരവ് വരാൻ വൈകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച കഴിഞ്ഞ് മാത്രമേ അതിലെ തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം നിലവിൽ ആലപ്പുഴയിലാണ്. അതിനുശേഷം എറണാകുളത്തേക്ക് പോകും. പിന്നാലെ ഡൽഹിയിലേക്കും പോയതിനു ശേഷം വ്യാഴാഴ്ചയോടുകൂടി മാത്രമേ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തൂ. അതിനുശേഷം മാത്രമേ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ. എന്ന് പുറത്തുവിടും എന്ന ഉത്തരവ് വരും എന്നുള്ള വിഷയത്തിലാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇന്ന് പുറത്തുവിടാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം, ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ടാം ഹർജിക്കാരൻ കൂടി ഉണ്ടായിരുന്നു. ആ രണ്ടാം ഹർജിക്കാരൻ്റെ പരാതി കൂടി പരിഗണിക്കണമെന്നും അതിനുശേഷം അദ്ദേഹത്തിന് കൂടി ഈ പരാതിയുടെ അതല്ലെങ്കിൽ ഈ ഉത്തരവിൻ്റെ പകർപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ടു. അത് വിവരാവകാശ കമ്മീഷണറുടെ ബെഞ്ചല്ല അത് നേരിട്ട് പരിശോധിക്കുന്നത്. അതാണ് ഇന്നത്തെ സാങ്കേതിക തടസ്സമായി വന്നത്. അതിന് പിന്നാലെ ആ രണ്ടാം ബെഞ്ച് പരിഗണിച്ചതിന് ശേഷം അത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അതുകൂടി പരിഗണിച്ചതിന് ശേഷം ആ പരാതി കൂടി തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരൂ. ഉത്തരവ് വന്നതിന് ശേഷമാകും 49 മുതൽ 53 വരെയുള്ള പേജുകളും മറ്റ് ചില ഖണ്ഡികകളും ഒഴിവാക്കി സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവരുന്നത് സംബന്ധിച്ച് വ്യക്തത വരൂ. മാത്രമല്ല, ഈ ഉത്തരവ് വന്നതിന് ശേഷവും സാംസ്കാരിക വകുപ്പ് എപ്പോഴാ റിപ്പോർട്ട് പുറത്തുവിടും എന്നതും ആകാംക്ഷയായി തന്നെ തുടരുകയാണ്. റിജിത്ത്, ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.